ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSST ബോട്ടണി ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൊഡ്യൂൾ 1 ഫൈക്കോളജിയിലെ ആളുകളുടെ ജനറൽ ക്യാരക്ടേഴ്സും അതോടൊപ്പം തന്നെ അസെക്ഷൽ റീപ്രഷനുമായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആളുകളുടെ സെക്ഷൽ റീപ്രഷനും അതോടൊപ്പം തന്നെ ലൈഫ് സൈക്കിളുമാണ്. പോകാം വീഡിയോയിലേക്ക്. സെക്ഷൽ റീപ്രഷൻ ആളുകളിലെ സെക്ഷൽ റീപ്രഷൻ എന്താണ് സെക്ഷൽ റീപ്രഷൻ? രണ്ട് ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്ത് അതിൽ നിന്നും എങ്ങോൺസ് ഉണ്ടാകുന്ന പ്രോസസ് ആണല്ലോ സെക്ഷൽ റീപ്രഷൻ എന്ന് പറയുന്നത്. ആൽഗകളിലും പ്രത്യേകതരം റീപ്രൊഡക്റ്റീവ് സെല്ലുകൾ, അതിനെ സെക്സ് സെല്ലുകൾ എന്നോ ഗ്യാമീറ്റുകൾ എന്ന് പറയും. ഈ സെല്ലുകൾ ഫ്യൂസ് ചെയ്തിട്ട് സന്താനങ്ങൾ ഉണ്ടാകുന്ന പ്രോസസ് തന്നെയാണ് ആൽഗകളിലെ സെക്ഷൽ റീപ്രഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദ ഫ്യൂഷൻ ഓഫ് ടു സ്പെഷ്യലൈസ്ഡ് റീപ്രൊഡക്റ്റീവ് സെൽസ് സച്ച് ആസ് sex cells or gametes. Gametes may be produced from same thallus. Such conditions are said to be monoecious, or from different thallus called as dioecious condition. ഗ്യാമീറ്റുകൾ ഒരേ താലസിൽ തന്നെ ഉണ്ടാകാം. അതായത് ഒരു പ്ലാന്റ് ബോഡിയിൽ തന്നെ മെയിൽ ഗ്യാമിറ്റ് ഫീമെയിൽ ഗ്യാമിറ്റ് ഉണ്ടാകാം. ആ കണ്ടീഷനെ മോണീഷ്യസ് എന്നും, അല്ലെങ്കിൽ ഡിഫറന്റ് താലസ്, രണ്ട് സെപ്പറേറ്റ് താലസുകളിൽ നിന്നായിട്ട് മെയിലും ഫീമെയിൽ ഗ്യാമിറ്റ്സ് ഉണ്ടാകുന്നു. ആ കണ്ടീഷനെ ഡയോecious എന്ന് പറയുന്നു. Diploid zygote is formed after fertilization. We know that. Fusion of gametes may be isogamous or heterogamous condition. ഇവിടെ ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്യുന്നത് രണ്ട് കണ്ടീഷനിലാകാം. ഐസോഗ്യാമസ് കണ്ടീഷനിലോ അല്ലെങ്കിൽ ഹെറ്ററോഗ്യാമസ് കണ്ടീഷനിലോ ആകാം. എന്താണ് ഐസോഗ്യാമസ് അല്ലെങ്കിൽ ഹെറ്ററോഗ്യാമസ്? ഐസോഗ്യാമസ് കണ്ടീഷൻ, അവിടെ ഒരു പ്രത്യേകത ഉള്ളത്. ആ ചിത്രം നോക്കുക. രണ്ട് ഗ്യാമീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആളുകളിൽ നിന്നുണ്ടാവുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്. There is no distinguish between male or female. ഇവിടെ നമുക്ക് മെയിൽ എന്നോ ഫീമെയിലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ രണ്ട് ഗ്യാമീറ്റുകളും മോർഫോളജിക്കലി ആൻഡ് ഫിസിയോളജിക്കലി ഐഡന്റിക്കൽ ആണ്, അല്ലെങ്കിൽ ജനറ്റിക്കലി ആൻഡ് ഫങ്ഷണലി സിമിലർ ആണെന്ന് പറയാം. രൂപത്തിലും സ്ട്രക്ചറിലും ഫങ്ഷനിലും ഒരുപോലുള്ള ഗ്യാമീറ്റുകളെ ഐസോഗ്യാമീറ്റ്സ് എന്നും അവയുടെ ഫ്യൂഷനെ ഐസോഗമി എന്നും പറയും. ആ കണ്ടീഷനാണ് ഐസോഗ്യാമസ്. ദാറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രഷൻ, യൂഷ്വലി ഫൗണ്ട് ഇൻ ലോവർ ഫോംസ്. സാധാരണ ലോവർ ആയിട്ടുള്ള ആളുകളാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഇൻ ദ ഫ്യൂഷൻ ഓഫ് മോർഫോളജിക്കലി ആൻഡ് ഫിസിയോളജിക്കലി ഐഡന്റിക്കൽ ഗ്യാമീറ്റ്സ്. ദേ ആർ സിമിലർ ഇൻ സൈസ് ആൻഡ് സ്ട്രക്ചർ കാൾഡ് ആസ് ഐസോഗ്യാമീറ്റ്സ്. എക്സാമ്പിൾ യൂളോത്രിക്സ് ആൻഡ് സ്പൈറോഗേറ എക്സെട്ര. യൂളോത്രിക്സ് നൽകിയ പ്രത്യേകത ബോത്ത് ആർ മോട്ടൈൽ ഗ്യാമീറ്റ്സ്. രണ്ട് ഗ്യാമീറ്റുകളും മോട്ടൈൽ ആയിരിക്കും. എന്നാൽ സ്പൈറോഗേറയിൽ ഉണ്ടാകുന്ന ഗ്യാമീറ്റുകൾ രണ്ടും നോൺ മോട്ടൈൽ ആയിരിക്കും. ഒരേപോലെ ആയിരിക്കും, നോൺ മോട്ടൈലും ആയിരിക്കും. ദ ആൽഗെ എക്സിബിറ്റിംഗ് ഈസ് ഐസോഗ്യാമസ് ടൈപ്സ് ആർ യൂഷ്വലി മോണീഷ്യസ് കണ്ടീഷൻ. ഈ ഐസോഗ്യാമസ് കണ്ടീഷൻ കാണിക്കുന്ന ആളുകളെല്ലാം മോണീഷ്യസ് കണ്ടീഷനിലായിരിക്കും. ഒരേ തലത്തിൽ നിന്നായിരിക്കും ഈ രണ്ട് ഗ്യാമീറ്റുകളും സാധാരണ ഇതിൽ ഉണ്ടാകുന്നത്. സം ആർ ഡയോഷ്യസ്. എന്നാൽ യൂളോത്രിക്സ് ഉള്ളത് ഡയോഷ്യസ് കണ്ടീഷനിലാണ് കാണപ്പെടുന്നത്. ആ രണ്ട് തരം താലസിൽ നിന്നായിരിക്കും ഒരുപോലുള്ള ഗ്യാമീറ്റ്സുകൾ ഉണ്ടാകുന്നത്. It has been suggested that in isogamous sexual repression, each strain secretes its own specific type of chemotactic substance. അതായത് പഠനങ്ങളിൽ നിന്നും വിധേയമായി മനസ്സിലാക്കിയ എടുക്കാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഐസോഗ്യാമസ് കണ്ടീഷനിൽ മോർഫോളജിക്കലി സിമിലർ ആണെങ്കിലും ചില കെമിക്കൽ സബ്സ്റ്റൻസിൽ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അതായത് മെയിൽ ഓർ ഫീമെയിൽ ഗ്യാമീറ്റ് എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ സെയിം ആയിരിക്കും, ഫങ്ഷൻ സെയിം ആയിരിക്കും, എന്നാൽ കെമിക്കൽ പരമായിട്ട് അതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇങ്ങനെ കെമിക്കൽ പരമായിട്ട് വ്യത്യാസമുള്ള ഗ്യാമീറ്റുകളാണ് പ്ലസ് മൈനസ് സിമ്പിളോട് ഉദ്ദേശിക്കുന്നത്. അവ തമ്മിൽ മാത്രമേ ഫ്യൂസ് ചെയ്യൂ. ഒരേ തരം കെമിക്കൽ കണ്ടന്റുള്ള ഗ്യാമീറ്റുകൾ ഒരിക്കലും ഫ്യൂസ് ചെയ്യുന്നില്ല. അതായത് പ്ലസ് പ്ലസ് ഫ്യൂസ് ചെയ്യുന്നില്ല, മൈനസ് മൈനസ് ഫ്യൂസ് ചെയ്യുന്നില്ല. പ്ലസും മൈനസ് ഓപ്പോസിറ്റ് സെക്സസ് പോലെ കെമിക്കൽ കണ്ടീഷനിൽ വ്യത്യാസമുള്ള ഗ്യാമീറ്റുകൾ തമ്മിലാണ് ഫ്യൂസ് ചെയ്യുന്നത്. The isogametes may not differ morphologically, but they differ in their specific chemical secretions which they produce. നേരത്തെ പറഞ്ഞതിനകത്ത് ഇവർ മോർഫോളജിക്കലി വ്യത്യാസം കാണില്ല, പക്ഷെ കെമിക്കൽ പരമായിട്ട് അവയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. Copulation occurs only when gametes with different secretions meet act as fusion in isomy called as conjugation, and the product of fusion is called as zygospore. ഇവിടെ കെമിക്കൽ പരമായിട്ട് വ്യത്യാസമുള്ള രണ്ട് ഗ്യാമീറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതിനെ കോൺജുഗേഷൻ എന്നും അതിന്റെ പ്രോഡക്റ്റിനെ സൈഗോസ്പോർ എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്താണ് ഹെറ്ററോഗമി. അതിന്റെ അർത്ഥം തന്നെ സ്ട്രക്ചറിലോ ഫങ്ഷനിലോ വ്യത്യാസമുള്ള ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്യുക എന്നാണ്. ഇറ്റ്സ് ദ അഡ്വാൻസ് ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രഷൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഫ്യൂഷൻ ഓഫ് ഡിസിമിലർ ഗ്യാമീറ്റ്സ്. Heterogamous sexual reproduction is of two types.
അനൈസോഗ്യാമസ് ആൻഡ് ഊഗ്യാമസ്. ഹെറ്ററോഗ്യാമസ് രണ്ട് തരത്തിലാകാം, അനൈസോഗ്യാമസ് അല്ലെങ്കിൽ അനൈസോഗമി എന്ന കണ്ടീഷനിലും ഊഗ്യാമസ് അല്ലെങ്കിൽ ഊഗമി എന്ന കണ്ടീഷനിലുമാകാം. എന്താണ് അനൈസോഗമി? ചിത്രം നോക്കുക, രണ്ട് ഗ്യാമിറ്റ് ഉണ്ട്, ഒന്ന് മെയിലും ഒന്ന് ഫീമെയിൽ ആണ്. ഇതിൽ ഫീമെയിൽ ആണ് ലാർജ്, മെയിൽ സ്മാൾ ആണ്. സ്ട്രക്ചറിൽ വ്യത്യാസം, ബട്ട് ഫങ്ഷനിലി ബോത്ത് ആർ മോട്ടൈൽ, സെയിം ആണ്. അപ്പൊ സ്ട്രക്ചറിൽ മാത്രം വ്യത്യാസം, ഫങ്ഷൻ സെയിം ആണെങ്കിൽ അത്തരം ഗ്യാമിറ്റുകളെ അനൈസോഗ്യാമിറ്റ്സ് എന്നും അവയുടെ ഫ്യൂഷനെ അനൈസോഗമി എന്നും അറിയപ്പെടുന്നു. ഇറ്റ് ഇൻവോൾവ്സ് ദ ഫ്യൂഷൻ ഓഫ് സ്ട്രക്ചറലി ഡിസിമിലർ ആൻഡ് ഫങ്ഷനലി സിമിലർ gametes. Here, the male gamete is small and female gamete is large. Example, Eudorina, Chlamydomonas, and Ectocarpus. Then what is oogamy? ചിത്രം നോക്കുക, സ്ട്രക്ചറിലും വ്യത്യാസം, ഫങ്ഷനിലും വ്യത്യാസം. It is the highest and most advanced type of sexual reproduction. Genetically, it is the characteristic feature of filamentous forms of algae. സാധാരണ ഫിലമെന്റസ് ആൽഗകളാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. Female sex organ is called oogonium and it produces a large non-motile female gamete called ovum. Male sex organ is called antheridium and it produces small motile male gamete called sperm. ഇവിടെ male gamete ചെറുതും motile ആയിരിക്കും, female gamete ലാർജും നോൺ മോട്ടൈലും ആയിരിക്കും. റെഡ് ആൽഗയുടെ പ്രത്യേകത, ബോത്ത് ഗാമീറ്റ്സ് ആർ നോൺ മോട്ടൈൽ ബിക്കോസ് ഫ്ലജെല്ലാസ് ആർ ആബ്സെന്റ്. റെഡ് ആൽഗകളിൽ ഫ്ലജൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ രണ്ട് ഗ്യാമറ്റും നോൺ മോട്ടൈലും ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം ഗ്യാമറ്റുകളെ സ്പെർമാറ്റിയ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് മേൽ ഗ്യാമറ്റിൽ ഫ്ലജൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ സ്പെർമാറ്റിയ എന്നാണ് അറിയപ്പെടുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇറ്റ് പ്രിവെന്റ്സ് ദ ഡീജനറേഷൻ ഓഫ് ദ റേസ്. റേസ് നശിച്ചു പോകാതെ അതിനെ പ്രിസർവ് ചെയ്യുന്നു. അതുപോലെ ക്രിയേറ്റ് വേരിയേഷൻസ്. സെക്ഷൽ റീപ്രൊഡക്ഷനിലാണ് എപ്പോഴും ജനറ്റിക് റീകോമ്പിനേഷൻസ് ഉണ്ടാകുന്നത്. അതുവഴി വേരിയേഷൻസ് ഉണ്ടാവുകയും അത് എവല്യൂഷന് ചാൻസ് ഉണ്ടാക്കി ചെയ്യും. എന്തൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജസ്? ഇത് കൂടുതലും വാട്ടറിലല്ലേ സംഭവിക്കുന്നത്. ആൽഗ എന്ന് പറഞ്ഞാൽ വാട്ടർ മീഡിയത്തിൽ, അക്വാട്ടിക് മീഡിയത്തിൽ കാണപ്പെടുന്നതുകൊണ്ട് തന്നെ ചാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഗ്യാമറ്റ് തമ്മിൽ ഫ്യൂസ് ചെയ്യത്തുള്ളൂ അല്ലേ. ഡിപ്പെൻസ് ഓൺ ചാൻസ്. രണ്ട്, ഇൻറ്റിൻവേഴ്സ് ലോക്കോമോഷൻ, മൂവ് ചെയ്തുകൊണ്ടാണ് സെക്ഷൽ ഡിഫറൻസ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചാൻസ് വളരെ കുറവായിരിക്കും. പിന്നെ റിക്വയർസ് അക്വാട്ടിക് മീഡിയം, വാട്ടറിന്റെ മീഡിയത്തിന്റെ സഹായത്തിൽ മാത്രമേ ഇത് സെക്ഷൽ ഡിഫറൻസ് നടക്കുകയും ഉള്ളൂ. നെക്സ്റ്റ് വൺ, ലൈഫ് സൈക്കിൾ ഓഫ് ആൽഗ. ആൽഗയുടെ ലൈഫ് സൈക്കിൾ എന്താണ്? സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ് ത്രൂ വിച്ച് ആൻ ഓർഗാനിസം പാസസ് ഫ്രം ദ സൈഗോട്ട് ടു ദ സൈഗോട്ട് ഓഫ് ദ നെക്സ്റ്റ് ജനറേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ. ഒരു ആൽഗയുടെ ലൈഫ് സൈക്കിൾ എന്ന് കണക്കാക്കുന്നത് ആ ആൽഗൽ ബോഡിയിൽ നിന്നും ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവുകയും ആ സൈഗോട്ടിൽ നിന്ന് പുതിയൊരു ഓർഗാനിസം ഉണ്ടാവുകയും അതിൽ നിന്ന് വീണ്ടും അടുത്ത സൈഗോട്ട് ഉണ്ടാകുന്ന അങ്ങനെ ഒരു ജനറേഷൻ. ഒരു സൈഗോട്ടിൽ നിന്നും അടുത്ത ജനറേഷൻ ഉണ്ടായി, അതിൽ നിന്നും അടുത്ത സൈഗോട്ട് ഉണ്ടായി. ഈ ഒരു പ്രോസസ്സിനെ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ലൈഫ് സൈക്കിൾ എന്ന് കണക്കാക്കുന്നത്. ലൈഫ് സൈക്കിൾ പ്രധാനമായിട്ടും 5 ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഹാപ്ലോയിഡ് ലൈഫ് സൈക്കിൾ, ഡിപ്ലോയിഡ് ലൈഫ് സൈക്കിൾ, ഡിപ്ലോ ഹാപ്ലോയിഡ് ലൈഫ് സൈക്കിൾ ഓർ ഹാപ്ലോ ഡിപ്ലോയിഡ് ലൈഫ് സൈക്കിൾ, ഹാപ്ലോ ബയോട്ടിക് ലൈഫ് സൈക്കിൾ ആൻഡ് ഡിപ്ലോ ബയോട്ടിക് ലൈഫ് സൈക്കിൾ. ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഹാപ്ലോയിഡ് ലൈഫ് സൈക്കിൾ. ഹാപ്ലോയിഡ് ലൈഫ് സൈക്കിളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ബോഡി ഹാപ്ലോയിഡ് സ്റ്റേജ് ആയിരിക്കും. ഡോമിനന്റ് ആയിട്ട് ആ ലൈഫ് സൈക്കിൾ കാണപ്പെടുന്ന സ്റ്റേജുകളെല്ലാം ഹാപ്ലോയിഡ് ആയിരിക്കും. ഡിപ്ലോയിഡ് സ്റ്റേജ് വളരെ കുറവായിരിക്കും. അതായത് മൈന്യൂട്ട് സ്റ്റേജിൽ മാത്രം അല്ലെങ്കിൽ വളരെ ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്ലോയിഡ് സ്റ്റേജ് ആയിരിക്കും ഈ ലൈഫ് സൈക്കിളിൽ കാണപ്പെടുന്നത്. നമുക്ക് ചിത്രം നോക്കിയിട്ട് ഡെഫിനിഷനിലോട്ട് പോകാം. ഇവിടെ പ്ലാൻ ബോഡി, ചില ആളുകളുടെ പ്ലാൻ ബോഡി എന്ന് പറഞ്ഞാൽ ഗാമിറ്റോഫൈറ്റ് ആയിരിക്കും. ആ പ്ലാൻ ബോഡി തന്നെയാണ് ഗ്യാമിറ്റ്സ് ഉണ്ടാകുന്നത്. അത് ഹാപ്ലോയിഡ് നേച്ചറിലായിരിക്കും. ഒരു സെറ്റ് ക്രോമസോം ഉള്ള പ്ലാൻ ബോഡിയാണ്. അതിൽ ഗ്യാമിറ്റാൻജി ഉണ്ടാകുന്നു. അതിൽ നിന്നും ഹാപ്ലോയിഡ് തന്നെ ഗ്യാമിറ്റ്സ് മൈറ്റോസിസ് വഴി ഉണ്ടാകും. ഓർക്കുക, ഹാപ്ലോയിഡ് പ്ലാൻ ബോഡിയിൽ നിന്നും ഹാപ്ലോയിഡ് ഗ്യാമിറ്റ്സ് ഉണ്ടാകുന്ന നടക്കുന്ന ഡിവിഷൻ ഇവിടെ ഗ്യാമിറ്റ് ഫോമിന് സഹായിക്കുന്നത് മൈറ്റോസിസ് ആണ്. മൈറ്റോസിസ് വഴി ഡിഫറെന്റ് ഗ്യാമിറ്റുകൾ ഉണ്ടാകുന്നു. ദെൻ അത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്യുന്നു. അതിനാണല്ലോ സിംഗമി എന്ന് പറയുന്നത്. സിംഗമിക്ക് ശേഷം ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകുന്നു. ഇവിടെ സൈഗോട്ട് ആണ് ഡിപ്ലോയിഡ് സ്റ്റേജ്. ഓൺലി വൺ ഡിപ്ലോയിഡ് സ്റ്റേജ് എന്ന സൈഗോട്ട് ആണ്. ദെൻ സൈഗോട്ട് അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ ടു ഫോം മിയോട്ടിക് സ്പോർ. മിയോസ്പോർ എന്നറിയപ്പെടും. അത് ഹാപ്ലോയിഡ് സ്റ്റേജിലായിരിക്കും കാണപ്പെടുന്നത്. ദെൻ ഈ ഓരോ സ്പോറുകളും ജെർമിനേറ്റ് ചെയ്ത് പ്ലാൻ ബോഡിയായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഡിപ്ലോയിഡ് സൈഗോട്ട് റെപ്രസെന്റ് സ്പോറോഫൈറ്റ്. വാട്ട് ഈസ് സ്പോറോഫൈറ്റ്? സ്പോർ പ്രൊഡ്യൂസിംഗ് ബോഡി. ഇവിടെ സ്പോർ പ്രൊഡ്യൂസിംഗ് ബോഡിയായിട്ട് കണക്കാക്കുന്നത് സൈഗോട്ടിനെയാണ്. കാരണം സൈഗോട്ടിൽ നിന്നാണ് ഡയറക്റ്റ് സ്പോർ ഉണ്ടാകുന്നത്. പക്ഷെ അത് ഷോർട്ട് ലീവ്ഡ് ആണ്, നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സ്റ്റേജ് കൂടി. അപ്പൊ കാണുന്ന സ്റ്റേജ്, ഡോമിനന്റ് സ്റ്റേജ് എന്താണ്?
ഹാപ്ലോയിഡ് ഗ്യാമിറ്റോഫൈറ്റ് സ്റ്റേജ് ആയതുകൊണ്ടാണ് ഈ ലൈഫ് സൈക്കിളിനെ ഹാപ്ലോയിഡ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. That's the most common type of life cycle in algae. Here the thallus is haploid gametophyte and the gametophyte produce gametes through mitosis which then fuse during fertilization to form single-celled diploid zygote. Then zygote represent the diploid sporophyte. The diploid phase is short-lived because of the zygote immediately undergo meiosis to produce new haploid spores കംപ്ലീറ്റ് ദ ലൈഫ് സൈക്കിൾ. ഇവിടെ സൈഗോട്ട് ഷോർട്ട് ലീവ്ഡ് ആണ്, ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് സ്പോർ ആയിട്ട് ഡിവൈഡ് ചെയ്ത് മാറുകയാണ് ചെയ്യുന്നത്. ദ ഡോമിനന്റ് ആൻഡ് ഫ്രീ ലിവിംഗ് സ്റ്റേജ് ഈസ് ഹാപ്ലോയിഡ് ഗ്യാമിറ്റോഫൈറ്റ്. ദാറ്റ് ഈസ് വൈ ദിസ് ടൈപ്പ് ഓഫ് ലൈഫ് സൈക്കിൾസ് ആർ സെഡ് ടു ബി ഹാപ്ലോയിഡിക് ലൈഫ് സൈക്കിൾ. എക്സാമ്പിൾ സ്പൈറോഗേറ, യൂളോത്രിക്സ്, ക്ലാമഡോമോണസ് ആൻഡ് ഒയിഡഗോണിയ. നെക്സ്റ്റ് വൺ ഡിപ്ലോയിഡിക് ലൈഫ് സൈക്കിൾ. നേരത്തെ ഹാപ്ലോയിഡ് ലൈഫ് സൈക്കിൾ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ പ്ലാന്റ് ബോഡി ഡിപ്ലോയിഡ് സ്റ്റേജിലായിരിക്കും. അതിൽ മിയോസിസ് നടന്നിട്ട് ഹാപ്ലോയിഡ് ഗ്യാമിറ്റ്സ് ഉണ്ടാവും. അത് ഫ്യൂസ് ചെയ്തിട്ട് വീണ്ടും ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവും, ജെർമിനേറ്റ് ചെയ്ത് ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡി ഉണ്ടാവും. ഇവിടെ ഗ്യാമിറ്റ് ഉണ്ടാകുന്ന ഒരു ഭാഗം മാത്രമാണ് ഹാപ്ലോയിഡ് സ്റ്റേജ് ഉള്ളത്. ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ള ഗ്യാമിറ്റോഫൈറ്റ് സ്റ്റേജും ഡോമിനന്റ് ആയിട്ടുള്ള ഡിപ്ലോയിഡ് സ്റ്റേജുമാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ലൈഫ് സൈക്കിളിനെ ഡിപ്ലോയിഡിക് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. നോക്കുക, പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റ് ആണ്, അത് ഡിപ്ലോയിഡ് സ്റ്റേജ് ആണ്. അതിൽ നിന്നും ഗ്യാമിറ്റാഞ്ചിയ ഡിപ്ലോയിഡ് സെക്സ് ഓർഗൻസ് ഉണ്ടാകുന്നു. അതിൽ നിന്നും മിയോസിസ് നടന്നിട്ട് ഹാപ്ലോയിഡ് ഗ്യാമെറ്റ്സ് ഉണ്ടാകുന്നു, ഫ്യൂസ് ചെയ്യുന്നു, ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകുന്നു, ജെർമിനേറ്റ് ചെയ്ത് ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡി ഉണ്ടാകും. Here the thallus is diploid sporophyte. Haploid gametes are produced by meiosis. ഇവിടെ ഓർക്കുക, ഡിപ്ലോയിഡ് നിന്നും ഹാപ്ലോയിഡ് ഗ്യാമെറ്റ്സ് ഉണ്ടാകാൻ മിയോട്ടിക് ഡിവിഷൻ ആണ് നടക്കുന്നത്. ഡിപ്ലോയിഡ് സൈഗോട്ട് is formed by the fusion of haploid gametes. Zygote then into sporophyte through mitosis. A diploid life cycle in algae is characterized by a dominant, independent diploid sporophyte generation and short-lived single-celled haploid gametophytes represent by only the gametes. ഇവിടെ ഗ്യാമിറ്റോഫൈറ്റ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് ആ ഗ്യാമീറ്റ് ഉണ്ടാകുന്ന സ്റ്റേജ് മാത്രമാണ്. ബാക്കി ഡോമിനന്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് സ്റ്റേജും ഏതാണ്? ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ആയതുകൊണ്ടാണ് ഈ ലൈഫ് സൈക്കിൾ ഇങ്ങനെ പേര് വന്നത്. എക്സാമ്പിൾ ഡയാറ്റംസ്, മെമ്പേഴ്സ് ഓഫ് സൈഫോണൈൽസ്, സൈഫോണോക്ലൈഡിയൽസ്, ഡാസിക്ലൈഡിയൽസ്, കോളർപ്പ, ഫ്യൂക്കിൽസ്. അതിൽ ഫ്യൂക്കസും സർഗാസും ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. നെക്സ്റ്റ് വൺ ഡിപ്ലോ ഹാപ്ലോയിഡിക് ലൈഫ് സൈക്കിൾ അഥവാ ഹാപ്ലോ ഡിപ്ലോയിഡിക് ലൈഫ് സൈക്കിൾ. ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത്, ഈ ലൈഫ് സൈക്കിളിൽ രണ്ട് സ്റ്റേജിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ടാകും. ഒരു ഡിപ്ലോയിഡ് സ്റ്റേജും ഹാപ്ലോയിഡ് സ്റ്റേജും ഡോമിനന്റ് പോലെ രണ്ടും കുറച്ച് നാളത്തെ ലൈഫ് സൈക്കിളിൽ സർവൈവ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ലൈഫ് സൈക്കിളിന് രണ്ട് സ്റ്റേജുകൾ ചേർത്ത് ഡിപ്ലോ ഹാപ്ലോയിഡിക് ലൈഫ് സൈക്കിൾ എന്ന പേര് പറയുന്നത്. ചിത്രം നോക്കുക, ഇവിടെ പ്ലാന്റ് ബോഡി ഗ്യാമിറ്റോഫൈറ്റ് ആണ്. പ്ലാന്റ് ബോഡി ഗ്യാമിറ്റോഫൈറ്റ് ആണ്, ഹാപ്ലോയിഡ് സ്റ്റേജ് ആണ്. ആ ഗ്യാമിറ്റോഫൈറ്റ് പ്ലാന്റ് ബോഡിയിൽ സെക്സ് ഓർഗൻസ് ഉണ്ടാകുന്നു. ഈ സെക്സ് ഓർഗൻസ് അതിൽ നിന്ന് സെക്സ് ഓർഗൻസ് നിന്നും ഹാപ്ലോയിഡ് ഗ്യാമിറ്റ്സ് ഉണ്ടാകുന്നു. ഈ ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകുന്നു. ദെൻ സൈഗോട്ട് ജെർമിനേറ്റ് ചെയ്ത് മറ്റൊരു പ്ലാന്റ് ബോഡി ഉണ്ടാകുന്നു. അതിന്റെ പേര് സ്പോറോഫൈറ്റ് പ്ലാന്റ് ബോഡി. അത് ഡിപ്ലോയിഡ് ആയിരിക്കും. ആ ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡിയിൽ നിന്നും സ്പോറോഗോണിയം ഉണ്ടാകും, സ്പോർ പ്രൊഡ്യൂസിംഗ് ബോഡി ഉണ്ടാകുന്നു. അതിൽ സ്പോർസ് ഉണ്ടാകാൻ വേണ്ടി മിയോട്ടിക് ഡിവിഷൻ നടക്കുകയും അതിന്റെ ഫലമായിട്ട് മിയോസ്പോറുകൾ ഉണ്ടാകുകയും പിന്നീട് ഈ മിയോസ്പോറുകൾ ജെർമിനേറ്റ് ചെയ്ത് പുതിയ പ്ലാന്റ് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ഇവിടെ പ്ലാന്റ് ബോഡി രണ്ട് ടൈപ്പായിട്ട് കാണപ്പെടും. ഒരു ഗ്യാമീറ്റ് പ്രൊഡ്യൂസിംഗ് പ്ലാന്റ് ബോഡിയും ഒരു സ്പോർ പ്രൊഡ്യൂസിംഗ് പ്ലാന്റ് ബോഡിയും ഉണ്ട്. ഗ്യാമീറ്റ് പ്രൊഡ്യൂസിംഗ് പ്ലാന്റ് ബോഡി ഹാപ്ലോയിഡും സ്പോർ പ്രൊഡ്യൂസിംഗ് പ്ലാന്റ് ബോഡി ഡിപ്ലോയിഡ് സ്റ്റേജിലുമാണ് കാണപ്പെടുന്നത്. ഈ രണ്ടും ഈക്വൽ ആയിട്ട് ലൈഫ് സൈക്കിൾ കാണപ്പെടുന്നതുകൊണ്ടാണ് ഇതിനെ ഡിപ്ലോ ഹാപ്ലോയിഡിക് അല്ലെങ്കിൽ ഹാപ്ലോ ഡിപ്ലോയിഡ് ലൈഫ് സൈക്കിൾ എന്നോ അല്ലെങ്കിൽ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് അറിയപ്പെടുന്നു. The diplohaploid life cycle in algae is also called haplodiploid life cycle or alternation of generation. Here, the life cycle alternates between a multicellular haploid gametophyte and a multicellular diploid sporophyte. The diploid sporophyte produces haploid spores through meiosis, which develops into new haploid gametophytes. The gametophyte then produces haploid gametes through mitosis, and the fusion of these gametes form a diploid zygote that grows into next sporophyte. എക്സാമ്പിൾ ഗ്രീൻ ആൽഗെ അൾവേൽസും ക്ലാഡോഫോറൽസും കാണപ്പെടുന്നുണ്ട്. ബ്രൗൺ ആൽഗകളായ എക്ടോകാർപ്പസിലും ഡിക്റ്റിയോട്ടയിലും കാണപ്പെടുന്നതും ഡിപ്ലോ ഹാപ്ലോയിഡിക് ലൈഫ് സൈക്കിൾ. ഈ ഡിപ്ലോ ഹാപ്ലോയിഡ് ലൈഫ് സൈക്കിൾ രണ്ട് കാറ്റഗറിയിലായിട്ട് നടക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഐസോമോർഫിക് ഓർ ഹോമോലോഗസ് ഡിപ്ലോ ഹാപ്ലോയിഡിക് അല്ലെങ്കിൽ ഹെറ്ററോമോർഫിക് ഓർ ഹെറ്ററോലോഗസ് ഡിപ്ലോ ഹാപ്ലോയിഡിക്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് ഐസോമോർഫിക് ടൈപ്പിന്റെ പ്രത്യേകത, ആൽഗയിലെ
ഇവിടെ ലൈഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ ഒരു ഹാപ്ലോയിഡ് ഗ്യാമറ്റോഫൈറ്റും ഒരു ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റും ഉണ്ടായിരിക്കും. ഇത് രണ്ടും മോർഫോളജിക്കലി ഐഡന്റിക്കൽ ആയിരിക്കും. അതായത് രണ്ടും ഫ്രീ ലിവിംഗും ആയിരിക്കും. രണ്ട് സ്റ്റേജും കണ്ട ഒരുപോലെ ആയിരിക്കും. അതായത് ഹാപ്ലോയിഡ് ഗ്യാമറ്റോഫൈറ്റ് സ്റ്റേജും ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് സ്റ്റേജും ഒരുപോലെ കാണപ്പെടുന്ന സ്റ്റേജ്, മോർഫോളജിക്കലി ഒരുപോലെ കാണപ്പെടുന്ന സ്റ്റേജ്. അത്തരം ലൈഫ് സൈക്കിളിനെയാണ് അല്ലെങ്കിൽ അത് ഉൾപ്പെടുന്ന ലൈഫ് സൈക്കിളാണ് ഐസോമോർഫിക് അല്ലെങ്കിൽ ഹോമോലോഗസ് ഡിപ്ലോ ഹാപ്ലോയിഡ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അൾവയിലും ക്ലാഡോഫോറിലും ആണ് കാണപ്പെടുന്നത്. അപ്പൊ എന്തായിരിക്കും ഹെറ്ററോമോർഫിക് അല്ലെങ്കിൽ ഹെറ്ററോലോഗസ് ഡിപ്ലോ ഹാപ്ലോയിഡ്? ഇവിടെ ഹാപ്ലോയിഡ് ഗ്യാമറ്റോഫൈറ്റ് സ്റ്റേജും ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് സ്റ്റേജും ഡിഫറന്റ് ആയിരിക്കും. സ്ട്രക്ചറലി മോർഫോളജിക്കലി വ്യത്യാസമായിരിക്കും. ഡിഫറന്റ് ആയിട്ടുള്ള സ്ട്രക്ചറിലായിരിക്കും അവർ കാണപ്പെടുന്നത്. ടിപ്പിക്കലി ഇവിടുത്തെ സ്പോറോഫൈറ്റ് കുറച്ചുകൂടെ ലാർജും കോംപ്ലക്സ് സ്ട്രക്ചറും മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള പ്ലാന്റുകളായിരിക്കും. എന്നാൽ ഗ്യാമറ്റോഫൈറ്റ് വളരെ ചെറുതും സിമ്പിളും മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ബോഡി ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അപ്പൊ രണ്ട് സ്ട്രക്ചറിൽ വ്യത്യാസമുള്ളതായിരിക്കും. എക്സാമ്പിൾ ലാമിനേറിയയിൽ കാണപ്പെടുന്നത് ഹെറ്ററോമോർഫിക് അല്ലെങ്കിൽ ഹെറ്ററോലോഗസ് ഡിപ്ലോ ഹാപ്ലോയിഡ്. നെക്സ്റ്റ് വൺ ഹാപ്ലോ ബയോണ്ടിക് ലൈഫ് സൈക്കിൾ. എന്താണ് ഹാപ്ലോ ബയോണ്ടിക് ലൈഫ് സൈക്കിൾ? ഇത് ട്രൈഫേസിക് ലൈഫ് സൈക്കിൾ കൂടിയാണ്. ട്രൈഫേസിക് എന്ന് പറയുമ്പോൾ 3 സ്റ്റേജസുകൾ കാണപ്പെടും. അതിൽ ഒരു ഡിപ്ലോയിഡ് സ്റ്റേജും 2 ഹാപ്ലോയിഡ് സ്റ്റേജുമാണ് മെജോറിറ്റി ആയിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഒരു ഡിപ്ലോയിഡ് സ്റ്റേജും 2 ഹാപ്ലോയിഡ് സ്റ്റേജും കാണപ്പെടുന്ന ഒരു ട്രൈഫേസിക് ലൈഫ് സൈക്കിൾ ആണ് ഹാപ്ലോ ബയോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. A haplobiont life cycle in algae is a triphasic life cycle with 1 diploid phase and 2 haploid phases, where the haploid gametophyte is dominant. ഇവിടെ ഹാപ്ലോയിഡ് സ്റ്റേജ് തന്നെയായിരിക്കും ഡോമിനന്റ് ആയിട്ട് കാണപ്പെടുന്നത്. ചിത്രം നോക്കാം. ഇവിടെ ഒരു ഗ്യാമറ്റോഫൈറ്റ് സ്റ്റേജ് ഉണ്ട്. അതിൽ സെക്സ് ഓർഗൻസ് ഉണ്ട്. അത് ഹാപ്ലോയിഡ് ആണെന്ന് അറിയാം. സെക്സ് ഓർഗൻസ് ഹാപ്ലോയിഡ് ആണ്. ഗ്യാമേറ്റ്സ് മൈറ്റോസ് വഴി ഉണ്ടാകുന്നു. ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകും. അപ്പൊ ഒരേ ഒരു ഡിപ്ലോയിഡ് സ്റ്റേജ് ആണ് ഇവിടെ ഉള്ളത്, സൈഗോട്ട്. Then zygote undergo meiosis to form a next structure called carposporophyte. ഒരു പാരസൈറ്റിക് ആയിട്ടുള്ള മറ്റേതെങ്കിലും ബോഡിയിൽ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്ന കാർപ്പോസ്പോറോഫൈറ്റ് എന്ന ഒരു പുതിയ സ്റ്റേജ് ഉണ്ടാകുന്നു. അത് ഹാപ്ലോയിഡ് ആണ്. ആ ഹാപ്ലോയിഡിൽ കാർപ്പോസ്പോറോഫൈറ്റും കാർപ്പോസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ കാർപ്പോസ്പോറോഗോണിയം എന്നൊരു സ്ട്രക്ചർ ഉണ്ടാകുന്നു. അതിൽ നിന്നും കാർപ്പോസ്പോർസ് ഡെവലപ്പ് ചെയ്യുന്നത് ഹാപ്ലോയിഡ് ആയിരിക്കും. അത് ജെർമിനേറ്റ് ചെയ്ത് പുതിയ പ്ലാൻ ബോഡി ഉണ്ടാകുന്നു. എന്നാൽ ബെട്രാക്കോസ്പേമം പോലുള്ള റെഡ് ആൽഗയുടെ പ്രത്യേകത, അതിനകത്ത് പുതിയൊരു സ്റ്റേജ് ഈ സ്പോർ ഡെവലപ്പ് ചെയ്തുണ്ടാകും. അതിന്റെ പേരാണ് കാൻട്രാൻസിയ സ്റ്റേജ് എന്ന് പറയുന്നത്. അതിന് ഹാപ്ലോയിഡ് സ്റ്റേജ് ആയിരിക്കും. അങ്ങനെ 3 സ്റ്റേജിലൂടെ കടന്നു പോവുകയാണ് ഈ ലൈഫ് സൈക്കിൾ. അതായത് 3 സ്റ്റേജസിലൂടെയാണ് ഈ ലൈഫ് സൈക്കിൾ കടന്നു പോകുന്നത്. ഒരു ഹാപ്ലോയിഡ് ഗ്യാമറ്റോഫൈറ്റ് സ്റ്റേജ്, ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് സ്റ്റേജ്, പിന്നെ കാർപ്പോസ്പോറോഫൈറ്റ് മറ്റൊരു സ്റ്റേജ്. ഇങ്ങനെ 3 സ്റ്റേജ്. ഇതിൽ 2 ഹാപ്ലോയിഡും 1 ഡിപ്ലോയിഡുമാണ്. ഇതിൽ ബെട്രാക്കോസ്പേമിൽ മാത്രം പുതിയൊരു സ്ട്രക്ചറിലൂടെ കാണപ്പെടുന്നു. അതും ഹാപ്ലോയിഡ് തന്നെയാണ്, കാൻട്രാൻസിയ സ്റ്റേജ് എന്നത്. ഇങ്ങനെ ഒരു ലൈഫ് സൈക്കിൾ ആണ് ഹാപ്ലോ ബയോണ്ടിക്കിൽ കാണപ്പെടുന്നത്. In this life cycle, haploid gametes fuse to form a single diploid stage called the zygote, which then develops into a haploid carposporophyte that produces haploid carpospores. These spores germinate to form dominant free-living haploid gametophyte, and the cycle repeats. In this life cycle, zygote is only the diploid structure. The 2 haploids such as parent gametophyte and carposporophyte, that is parasite, ആർ സ്ട്രക്ചറലി ഡിഫറെന്റ്. ഇവിടെ 2 ഗ്യാമറ്റോഫൈറ്റ് സ്റ്റേജ് ഉണ്ട്. പാരന്റ് ആയിട്ടുള്ള ഗ്യാമറ്റോഫൈറ്റ് സ്റ്റേജും പിന്നെ പാരസൈറ്റിക് ആയിട്ടുള്ള കാർപ്പോസ്പോറോഫൈറ്റ്, രണ്ടും സ്ട്രക്ചറലി വ്യത്യാസമായിരിക്കും. മോർഫോളജിക്കലി ഇതിനറിയപ്പെടുന്ന പേര് ഹാപ്ലോണ്ടിക്. എന്തുകൊണ്ടായിരിക്കും ഇതിനെ ഹാപ്ലോണ്ടിക് പറയാൻ കാര്യം? ഡോമിനന്റ് ആയിട്ടുള്ളത് 2 ഹാപ്ലോയിഡ് സ്റ്റേജുകളാണ്. നിമാലിയോൺ അതുപോലെ ബെട്രാക്കോസ്പേം തുടങ്ങിയ ആളുകളിലൊക്കെ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഓർക്കേണ്ട മറ്റൊരു കാര്യം, നിമാലിയോൺ എന്ന ആളുകളിലെ ഡൈഫേസിക് ഹാപ്ലോബയോണ്ടിക്. ഡൈഫേസിക് എന്നൊരു കാര്യം 2 സ്റ്റേജും ഒരുപോലെ ആയിട്ടുള്ള ഹാപ്ലോയിഡ് സ്റ്റേജ് ആയിരിക്കും. എന്നാൽ ബെട്രാക്കോസ്പേമിന്റെ പ്രത്യേകത ട്രൈഫേസിക് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ്. കാരണം ഒരു സ്പെഷ്യൽ ഹാപ്ലോയിഡ് സ്റ്റേജ് ഇവിടെ കാണപ്പെടുന്ന, നേരത്തെ പറഞ്ഞു കാൻട്രാൻസിയ സ്റ്റേജ്, അതൊരു ഹാപ്ലോയിഡ് ആണ്. അപ്പൊ അവിടെ ട്രൈബേസിക് ആയിട്ട് 3 സ്റ്റേജ് ഹാപ്ലോയിഡ് സ്റ്റേജ് നമുക്ക് കാണാൻ കഴിയും. നിമാനിയയിൽ 2 ഹാപ്ലോയിഡ് സ്റ്റേജ് കാണപ്പെടും. ഈ ചിത്രം കൂടെ നോക്കുക. നേരത്തെ പറഞ്ഞ ചെറിയൊരു വ്യത്യാസമുള്ള, അതായത് ഡൈഫേസിക് ആണ്. നോക്കുക, ഗ്യാമറ്റോഫൈറ്റ് ഹാപ്ലോയിഡ് ആണ്, സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്, കാർപ്പോസ്പോറോഫൈറ്റ് മാത്രമേ ഉള്ളൂ മറ്റൊരു ഹാപ്ലോയിഡ് സ്റ്റേജ്. അപ്പൊ 2 ഹാപ്ലോയിഡ് സ്റ്റേജും ഒരു ഡിപ്ലോയിഡ് സ്റ്റേജും. ഇവിടെ ഡൈഫേസിക് എന്ന് പറയാൻ കാര്യം 2 ഹാപ്ലോയിഡ് സ്റ്റേജ് ആണ് കാണപ്പെടുന്നത്. എന്നാൽ ബെട്രാക്കോസ്പേമില് ട്രൈഫേസിക് ആണെങ്കിൽ പോലും 3 ഹാപ്ലോയിഡ് സ്റ്റേജ് ഇവിടെ കാണപ്പെടും. അതൊന്ന് ഓർത്തിരിക്കും. നെക്സ്റ്റ് വൺ ഡിപ്ലോ ബയോണ്ടിക് ലൈഫ് സൈക്കിൾ.
എന്താണ് ഡിപ്ലോ ബയോണ്ടിക് ലൈഫ് സൈക്കിൾ? ഈ ലൈഫ് സൈക്കിളിന്റെ പ്രത്യേകത, ഇതും ഒരു ട്രൈഫേസ് ലൈഫ് സൈക്കിൾ ആണ്. ഇവിടെ 2 ഡിപ്ലോയിഡ് ഫേസും 1 ഹാപ്ലോയിഡ് ഫേസ് ആയിരിക്കും. നേരത്തെ പഠിച്ചതിന് വ്യത്യാസം, അവിടെ 2 ഹാപ്ലോയിഡും 1 ഡിപ്ലോയിഡും ആണെങ്കിൽ ഇവിടെ 2 ഡിപ്ലോയിഡ് ഫേസും അതിനുശേഷം 1 ഹാപ്ലോയിഡ് സ്റ്റേജും ആൾട്ടർനേറ്റീവ് വരുന്നതായിരിക്കും പ്രത്യേകത. ഇവിടെ ഡിപ്ലോയിഡ് സ്റ്റേജ് സബ്ഡോമിനന്റ്, അതുകൊണ്ടാണ് ഡിപ്ലോ ബയോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. നമുക്കൊന്ന് ചിത്രം നോക്കാം. ഇത് സാധാരണയായിട്ട് കാണപ്പെടുന്നത് റെഡ് ആളുകളായ പോളിസിഫോണി പോലുള്ള ആളുകളാണ് കാണപ്പെടുന്നത്. പ്രത്യേകത, ഒരു ഹാപ്ലോയിഡ് ഗ്യാമറ്റ് ഓഫ് സ്റ്റേജ് ഉണ്ടാവും. അതിൽ നിന്നും ഹാപ്ലോയിഡ് ഗ്യാമെറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദിസ് ഗ്യാമെറ്റ് ഫ്യൂസ് ടു ഫോം ഡിപ്ലോയിഡ് സൈഗോട്ട്, then forms a carposporophite, that is parasite. നേരത്തെ പറഞ്ഞതുപോലെയാണ് പ്ലാന്റ് ബോഡിയിൽ നിന്ന് ഗ്യാമെറ്റ്സ് ഉണ്ടാവുന്നു. ആ ഗ്യാമെറ്റ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവുന്നു. സൈഗോട്ട് നിന്ന് കാർപ്പോസ്പോറോഫൈറ്റ് ഉണ്ടാകുന്നു, പാരസൈറ്റിക് ആണ്. ദെൻ അതിൽ നിന്ന് കാർപ്പോസ്പോർസ് ഉണ്ടാകുന്നു. അത് ഡിപ്ലോയിഡ് സ്റ്റേജ് ആയിരിക്കും. ഓർക്കുക, നേരത്തെ പഠിച്ചതിൽ കാർപ്പോസ്പോർ ഹാപ്ലോയിഡ് ആണെങ്കിൽ ഇവിടെ അത് ഡിപ്ലോയിഡ് സ്റ്റേജ് ആയിരിക്കും. ഈ ഡിപ്ലോയിഡ് കാർപ്പോസ്പോർ ഡെവലപ്പ് ചെയ്തുണ്ടാകുന്നത് മറ്റൊരു സ്ട്രക്ചറാണ്. ആ ഡിപ്ലോയിഡ് ഫ്രീ ലിവിംഗ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ ടെട്രാസ്പോറോഫൈറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഓൾറെഡി സൈഗോട്ട് ഡെവലപ്പ് ചെയ്തുണ്ടാകുന്ന സ്ട്രക്ചർ കാർപ്പോസ്പോറോഫൈറ്റ്, അതൊരു പാരസൈറ്റിക് ആണ്, ഡിപ്ലോയിഡ് ആണ്. അതിൽ നിന്ന് കാർപ്പോസ്പോറോഫൈറ്റ് എന്ന ഡിപ്ലോയിഡ് തന്നെ സ്പോർസ് ഉണ്ടാകുന്നു, ഡിപ്ലോയിഡ് കാർപ്പോസ്പോർസ് ഉണ്ടാകുന്നു. അത് ജെർമിനേറ്റ് ചെയ്തുണ്ടാകുന്ന സ്ട്രക്ചറും ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഫ്രീ ലിവിംഗ് മറ്റൊരു സ്ട്രക്ചറാണ്. അതിന്റെ പേര് ടെട്രാസ്പോറോഫൈറ്റ്. ആ ടെട്രാസ്പോറോഫൈറ്റ് സ്പോറാഞ്ചിയ ഡെവലപ്പ് ചെയ്യുന്നു. അതിൽ മിയോസിസ് നടന്നിട്ട് ടെട്രാസ്പോർസ് ഉണ്ടാകുന്നു. ഈ ടെട്രാസ്പോർ ജെർമിനേറ്റ് ചെയ്തിട്ടാണ് പുതിയ പ്ലാന്റ് ബോഡി ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ 2 ഡിപ്ലോയിഡ് സ്റ്റേജ്, അതായത് കാർപ്പോസ്പോറോഫൈറ്റും ടെട്രാസ്പോറോഫൈറ്റും ഉള്ളത്. പിന്നെ ഇവിടെ നോർമൽ പാരന്റ് ഗ്യാമിറ്റോഫൈറ്റ്സ് ഹാപ്ലോയിഡും കാണപ്പെടുന്നു. അതുള്ളത് കൊണ്ടാണ് ഏറ്റവും ഡോമിനേറ്റ് കാണപ്പെടുന്നത് ഡിപ്ലോയിഡ് സ്റ്റേജ് ആയതുകൊണ്ടാണ് ഇതിനെ ഡിപ്ലോ ബയോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് അറിയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ആളുകളുടെ സെക്ഷൽ റീപ്രഷനും ലൈഫ് സൈക്കിളുമായിരുന്നു. 5 ടൈപ്പ് ലൈഫ് സൈക്കിളാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.